ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. നമ്മുടെ മോഡൽ എക്സാമിന് ഇനി അതല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് എക്സാമിന് നമുക്ക് ഒരുപാട് പഠിച്ചിരിക്കാതെ ഗ്രാമർ മിസ്റ്റേക്ക് വരുത്താതെ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് സെൻറ്റൻസ് മേക്ക് ചെയ്യാതെ ഒക്കെ നമുക്ക് എഴുതാൻ പറ്റിയ സ്കോർ ചെയ്യാൻ പറ്റിയ മാർക്കാണ് വാക്യ പിരമിഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എഴുതേണ്ട ആൻസറും ഇവിടെ തന്നെ ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പഠിക്കാതെ നേടുന്ന മാർക്ക് എന്ന് വെച്ചാൽ പിരമിഡിന്റെ 2 മാർക്കിന് വേണ്ടി നമ്മൾ ഉറക്കൊഴിഞ്ഞ് പഠിക്കേണ്ട ആവശ്യമില്ല, എഴുതി പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ എന്തേ മനസ്സിലാക്കേണ്ടുള്ളൂ, ആ സെൻറ്റൻസ് എങ്ങനെ പൂർണ്ണമാക്കാം എന്നുള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. പിന്നെ സെൻറ്റൻസിന്റെ അർത്ഥത്തെക്കുറിച്ച് അവിടെ മനസ്സിലാക്കുക. ആ അർത്ഥം ഉണ്ടെങ്കിൽ തന്നെ സെൻറ്റൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. ഇവിടെ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ നമ്മുടെ പിരമിഡിലെ 2 സെന്റൻസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. പിരമിഡ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത് പിരമിഡിന്റെ ഷേപ്പ് എങ്ങനെയാണ് അല്ലെ, മുകളിൽ നിന്ന് താഴേക്കാണല്ലോ വീതി കൂടുതൽ. അപ്പൊ നമ്മുടെ സെന്റൻസും അങ്ങനെ തന്നെ ആയിരിക്കണം. മുകളിലത്തെ സെന്റൻസിനേക്കാൾ വലുതായിരിക്കണം രണ്ടാമത്തെ സെന്റൻസ്, അതിനേക്കാൾ വലുതായിരിക്കണം നമുക്കിവിടെ മൂന്നാമത്തെ സെന്റൻസ്, അതിനേക്കാൾ ലെങ്തി ആവണം നമ്മുടെ 4ാമത്തെ സെന്റൻസ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ എങ്ങനെയാണോ ഫില്ല് ചെയ്യേണ്ടത് അതിനൊരു വഴി പറഞ്ഞു തരാം. ബച്ചേ ചുൻതേ ഹേ, ഫസ്റ്റ് സെന്റൻസ് ശ്രദ്ധിക്കണേ, ബച്ചേ ചുൻതേ ഹേ. അപ്പോൾ ആദ്യത്തെ സെന്റൻസ് നിങ്ങൾക്ക് കിട്ടി. അതിനെ ഇനി എങ്ങനെയാണ് അടുത്ത സെന്റൻസ് എഴുതേണ്ടത് എന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ബച്ചേ ചുൻതേ ഹേ, കുട്ടികൾ ശേഖരിക്കുന്നു. ആ ഫസ്റ്റ് സെന്റൻസിനോട് നമ്മൾ എവിടെ, എന്ത്, എങ്ങനെ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചോദ്യം വെച്ചുകൊണ്ട് നമ്മൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വേർഡ്സ് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ സാധിക്കും. അപ്പോൾ കുട്ടികൾ എന്താണ് ശേഖരിക്കുന്നത്? അടുത്ത സെന്റൻസിൽ വന്നത് അതാണല്ലോ, ബച്ചേ ഫൂൽ ചുൻതേ ഹേ. കണ്ടോ, 2ാമത്തെ സെന്റൻസിൽ വന്നത് ബച്ചേ ഫൂൽ ചുൻതേ ഹേ. ഇനി കുട്ടികൾ എങ്ങനെയാണ് പൂക്കൾ ശേഖരിക്കുന്നത് നോക്കൂ. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, ഖുഷി സേ, ദേർ ഷാം തക്. അപ്പൊ നമുക്ക് ഇവിടെ ഖുഷി സേ എന്താണ്, बच्चे खुशी से फूल चुनते हैं. ഇനി നമുക്ക് ലാസ്റ്റ് സെന്റൻസ് ബച്ചേ ഖുഷി സേ ദേർ ഷാം തക് ഫൂൽ ചുൻതേ ഹേ എന്നാണ് വരുന്നത്. കണ്ടോ, അടുത്ത സെന്റൻസ് ദേർ ഷാം തക് എന്ന വേർഡാണ് നമുക്ക് സെന്റൻസിൽ ചേർക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം കുട്ടികൾ ഖുഷി സേ സന്തോഷത്തോടെ, ദേർ ഷാം തക് ഫൂൽ ചുൻതേ ഹേ. വളരെ സിമ്പിളാണ്. നമുക്ക് സെൻറ്റൻസ് നോക്കുക, എവിടെയാണോ നമ്മൾ അടുത്ത വേർഡ് കറക്റ്റായിട്ട് ചേർക്കേണ്ടത് അത് ചേർത്തിട്ട് സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു പിരമിഡാണ് ഇത്. നോക്കൂ, നേരത്തെ നമുക്ക് 2 വാക്കുകളാണ് നൽകിയിരുന്നത് അല്ലേ, പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത നോക്കൂ, ഒരു സെൻറ്റൻസ് ആദ്യത്തേതും പിന്നീട് നമുക്കൊരു സെൻറ്റൻസ് തന്നിരിക്കുന്നത് 4ാമത്തെ സെൻറ്റൻസും നൽകിയിട്ടുണ്ട്. ഇതിനിടയിലുള്ള സെൻറ്റൻസ് നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ നന്നായി വായിച്ചു നോക്കാം. ലോഗ് സലാഹ് ദേത്തേ ഹേ എന്നാണ് ഫസ്റ്റ് സെൻറ്റൻസ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ആർക്ക്, എന്ത്, എങ്ങനെ, ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ തന്നെ സ്വയം ചോദിക്കുക. ആളുകൾ ഉപദേശം നൽകുന്നു, ആർക്ക്? കുട്ടികൾക്കാണല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത സെൻറ്റൻസിൽ അതിൻ്റെ ആൻസർ കൂടെ ആഡ് ചെയ്യണം. ഇവിടെ നോക്കൂ, ലോഗ് ബച്ചോ കോ സലാഹ് ദേത്തേ ഹേ. കണ്ടോ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി, ലോഗ് ബച്ചോ കോ സലാഹ് ദേത്തേ ഹേ. ആളുകൾ ആർക്കാണ് ഉപദേശം നൽകുന്നത്? കുട്ടികൾക്കാണ് ഉപദേശം നൽകുന്നത്. ഇനി ആരാണ് നൽകുന്നത്? ഫുൽദേയി കെ ആയോജൻ മേ ബഡേ ലോഗ് ബച്ചോ കോ സലാഹ് ദേത്തേ ഹേ. ബഡേ ലോഗ്, അടുത്തതിൽ നമുക്ക് എന്ത് എഴുതാം? ബഡേ ലോഗ്
बड़े लोग बच्चों को सलाह देते हैं. ഇപ്പോൾ നമ്മൾ 2 പിരമിഡ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതുപോലെ ധാരാളം എഴുതൊന്നും വേണ്ട, ആൻസർ ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. അത് നമ്മുടെ കഹാനിയുമായി ബന്ധപ്പെട്ടിട്ടും പിന്നെ മറ്റൊന്ന് നമ്മുടെ ഗ്രാമർ ഭാഗവുമായി ബന്ധപ്പെട്ടതും ആയിരിക്കും. അപ്പോൾ ഗ്രാമർ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യമാണ് വിശേഷൺ പദ് എഴുതാൻ. വിശേഷൺ പദ് ഏതാണ്? വിദ്രോഹി ദിൽമേ ഏതാണ് വിശേഷൺ? ഒന്നും കിട്ടാത്ത കുട്ടികൾ മനസ്സിലാക്കണം, നമ്മുടെ ആദ്യത്തെ പദം എങ്കിലും എടുത്ത് എഴുതിയാൽ വിദ്രോഹി ദിൽ. അപ്പോൾ വിദ്രോഹി എന്നതാണ് വിശേഷൺ പദ്. ഇനി കഹാനി കെ ആധാർ പർ സഹി പ്രസ്താവ് ലിഖേ. നമുക്ക് 4 മാർക്കിന് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ ആശയത്തിന് പകരമായിട്ട് ഇതുപോലെ വരാറുണ്ട്. അതല്ലെങ്കിൽ നമ്മളൊരു ഡയറിയോ ലെറ്ററോ എഴുതുന്നതിന് പകരം ഇതുപോലെ ഒരു 4 സെൻറ്റൻസ് തന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വേഗം തിരഞ്ഞെടുക്കും. ഇത് ഈസിയാണ് അല്ലേ, ശരിയാണ്. ആശയോ അല്ലെങ്കിൽ ഡയറിയോ ലെറ്ററോ എഴുതുന്ന പോലെ മിസ്റ്റേക്സ് കുറവായിരിക്കും, ഫോർമാറ്റ് കീപ്പ് ചെയ്യേണ്ട. പക്ഷേ ഇത് നന്നായിട്ട് വായിച്ചു നോക്കി നമ്മുടെ കഥയുമായിട്ട് ശരിയായ പ്രസ്താവന മാത്രമേ ഇതിൽ നിന്ന് എടുത്തെഴുതാൻ പാടുള്ളൂ. റിവാസി പാബന്ദിയോ കെ, നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് ഇതാണ്. പാബന്ദിയോ കെ വിരുദ്ധ ഗംഗി മേ വിദ്രോഹ് ദിൽ കി ഭാവന ഹേ. നമ്മൾ കഥയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഠാക്കൂർ കാ കുവയിൽ പഠിച്ചു ഗംഗി ഒരു വിദ്രോഹി നാരിയാണ്. അപ്പം നമ്മൾ ഇത് ക്യാരക്ടർ സ്കെച്ചിൽ പഠിച്ചിരിക്കുന്ന കാര്യമാണ്. ഗംഗിയുടെ മനസ്സെന്താണ്? ഒരു വിദ്രോഹി നാരിയാണ്. എന്തിനെതിരെ? ജാതി പ്രഥയ്ക്കെതിരെ. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ചത് നമുക്ക് ഇങ്ങനെ ഉപയോഗപ്പെടുന്നത് കണ്ടോ. അപ്പോൾ ഇതൊന്ന് കറക്റ്റായ സെൻറ്റൻസ് ആണ്. ഇനി ഗംഗി ഊഞ്ച് നീച്ച് കെ ഭേദ് ഭാവ് കോ പസന്ത് കർത്തി ഹേ. പസന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഓരോ വാക്കിൻ്റെയും അർത്ഥങ്ങൾ മനസ്സിലാക്കണം. പസന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടം, ഇഷ്ടപ്പെടുന്നു. എന്തിനെ? ഭേദഭാവം. പിന്നെ കൂടാതെ ഊഞ്ച് നീച്ച് എന്ന് പറഞ്ഞാൽ ഉയർന്ന അല്ലെങ്കിൽ താഴ്ന്ന ജാതി എന്ന ഭേദഭാവത്തെ ഗംഗി ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ കഥയിൽ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ആ സെൻറ്റൻസ് നമ്മൾ എഴുതിക്കൂടാ. ഇനി അടുത്തത് ഗംഗി ഠാക്കൂർ കെ കുവേ സെ പാനി ലേനെ ജാതി ഹേ. ഗംഗി ഠാക്കൂറിൻ്റെ കുവയിൽ നിന്ന്, കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ പോകുന്നു. യെസ്, കറക്റ്റ് ആണ്. ഇനി ഗാവ് കെ സബി ലോഗ് ഠാക്കൂർ കെ കുവേ സെ പാനി നഹി ലേ സക്തേ തേ. ഗാവ് കെ സബി ലോഗ്, ഗാവ് അല്ലേ, നോക്കൂ, ഗ്രാമത്തിലെ എല്ലാവരും ഠാക്കൂറിൻ്റെ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ പാടില്ല. അതെ, എല്ലാവർക്കും വെള്ളം എടുക്കാൻ അനുവാദം ഉണ്ടോ? ഇല്ല. ഇനി ജോക്കു കോ ഗന്ദാ പാനി പീനെ സെ ഗംഗി മനാ കർത്തി ഹേ. ജോക്കുവിനെ അശുദ്ധമായ ജലം കുടിക്കുന്നതിനെ ആര്? ഗംഗി തടസ്സം നിൽക്കുന്നു. മനാ കർത്തി ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നിരോധിക്കുക അല്ലേ, അതല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുന്നത്, കുടിക്കരുത് എന്ന് അവൾ എതിർപ്പ് പറയുന്നു. അപ്പോൾ അതെന്താണ്? നമ്മുടെ കഥയിൽ ശരിയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗംഗി ആ വെള്ളം കുടിക്കണ്ട എന്ന് പറഞ്ഞാണ് ഠാക്കൂറിൻ്റെ കൂവയിലേക്ക് പുതിയ വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഗംഗി ഠാക്കൂർ കെ യഹാ സെ പാനി ലേക്കർ ആത്തി ഹേ. അത് ശരിയാണോ? അല്ല, ഗംഗി ഠാക്കൂറിൻ്റെ കിണറിൽ നിന്ന് വെള്ളം എടുത്ത് വരുന്നു എന്നാണ് പറയുന്നത്. ഇത് തെറ്റാണ്. നമ്മുടെ കഥയിൽ ഗംഗി എന്ന കഥാപാത്രത്തിന് വെള്ളം കിട്ടുന്നില്ല, വെള്ളമില്ലാതെയാണ് ഗംഗി തിരിച്ചു വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ സെൻറ്റൻസുകളിൽ എത്ര എണ്ണം ശരിയായിരിക്കും, ഏതൊക്കെ തെറ്റായിരിക്കും എന്ന് മനസ്സിലാക്കാൻ ആദ്യം നിങ്ങൾ മാർക്ക് നോക്കുക. 4 മാർക്ക് ഇവിടെ കണ്ട ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം 4 സെൻറ്റൻസ് എന്തായാലും ശരിയായതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കറക്റ്റായത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ തെറ്റുള്ള 2 എണ്ണത്തിനെ, റോങ് ആയിട്ടുള്ള 2 സെൻറ്റൻസ് എടുത്തിട്ട് അതിനെ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് എഴുതിയാൽ എന്താണ്? ഈസി ആയിട്ട് 4 മാർക്ക് കിട്ടിയില്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സാം എഴുതുമ്പോൾ നമുക്ക് കൂടുതലും നമ്മൾ അവിടെ പ്രയോഗിക്കേണ്ടത് കാണാപ്പാഠം പഠിച്ച ഉത്തരങ്ങളെയല്ല, മറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തതിനെ നന്നായി വായിച്ചു നോക്കി കറക്റ്റായിട്ട് ആൻസർ ചെയ്യാന്നുള്ളിടത്താണ് നമ്മുടെ മാർക്കിൻ്റെ സ്കോർ കൂടുന്നത്. അപ്പോൾ ഇത് ഓർമ്മയിൽ വെക്കുക എക്സാം സമയത്ത്. അപ്പോൾ എല്ലാവർക്കും ബൈ, മറ്റൊരു വീഡിയോയുമായി കാണാം.